ഇതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? വെറുതെ കാശ് കളയാനായിട്ട്. അങ്ങ് ഓഫ് ചെയ്താ പോരെ? ഏട്ടാ, ഇതൊന്ന് നോക്കിയേ. നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ മാറ്റിയിട്ട് പുതിയ ഒന്ന് വാങ്ങിയാലോ? ഇത്തവണ കറണ്ട് ബില്ല് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലാണല്ലോ. എന്തിനാ ഏട്ടാ ഇങ്ങനെ പിടിക്കുന്നത്? മോളുടെ കല്യാണത്തിനാണെങ്കിൽ അത് ഇനി സമയമുണ്ടല്ലോ. അമ്മക്ക് ഇഷ്ടമുള്ള മേടിച്ചു കൊടുത്തൂടെ? അല്ല, നിന്റെ കല്യാണത്തിന് വേണ്ടിയാണല്ലോ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുന്നത്. എന്ത് മോളെ? സ്കോളർഷിപ്പ് കിട്ടി. പക്ഷെ ഫീസ് ഇല്ല അച്ഛാ, നമുക്ക് വേറെ നോക്കാം. ഏട്ടാ, അത് മോടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്നതല്ലേ? അല്ല, ഇവൾക്ക് വേണ്ടിയാണ്. ഇവളുടെ സന്തോഷങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് വേണ്ടി. മോള് പ്ലേസ്ഡ് ആയെന്ന്. കൃഷ്ണേട്ടാ, ഇതിപ്പോൾ കൂട്ടുമ്പോൾ കൂടുന്നതല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവളെ പഠിപ്പിക്കും. അച്ഛനല്ല, ഞാനാണ്. എന്റെ കല്യാണത്തിന് എന്താ വാങ്ങേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ടതും ഒക്കെ ഞാനാണ്. കാരണം അതിനുള്ള പ്രാപ്തി മാത്രമല്ല, ധൈര്യം വെച്ച് എനിക്ക് തന്നിട്ടുണ്ട്. ജീവനേ ഓർമ്മകൾ നാം ഒരു നാൾ കുരുന്നുകളായി വീഴാതെ നടന്നിടവേ. എന്റെ വലിയ ദിവസം എന്താണെന്ന് അച്ഛൻ അറിയാമായിരുന്നു. എന്നെ ബിലീവ് ചെയ്തു, എന്നെ ഞാനാക്കി. എന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിന്ന് എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി, ഒരു രാജകുമാരിയെ പോലെ. താങ്ക് യു അച്ഛ ഫോർ നോട്ട് സേവിങ് മീ ഫോർ സമൺ എൽസ്, ഫോർ സേവിങ് മീ ഫോർ മൈസെൽഫ്. നിലവായി പൊഴിയും തമ്മിലാ ആയിരം കിനാവുകളാ തമ്മിൽ പിണങ്ങി പോകുന്നേ ചില ബന്ധങ്ങൾ അത് പട്ടും പൊന്നും പോലെ പവിത്രമാണ്.